കുന്നംകുളം സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച് മാർച്ച് നടത്തി. പിരിച്ചുവിടും വരെ സമരം തുടരുമെന്ന് സുജിത്തും വ്യക്തമാക്കി. ഉദ്യോഗസ്ഥർക്കെതിരായ തുടർ നടപടികൾ നാളെ മുതൽ ആരംഭിക്കും. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ മർദ്ദിച്ചവരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. എന്നാൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച തൃശൂർ റേഞ്ച് DIG ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനാണ് ശുപാർശ ചെയ്തത്. സസ്പെൻഷൻ നടപടി നേരത്തെ സ്വീകരിക്കേണ്ടിയിരുന്നതാണ്. ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരെ എത്രയും വേഗം സർവീസിൽ നിന്ന് നീക്കണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. ഈ കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. അവർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം. തന്നെ മർദ്ദിച്ചവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോഴും സ്വീകരിക്കുന്നതെന്ന് സുജിത്ത് ആരോപിച്ചു. ഡിസ്മിസിൽ കുറഞ്ഞിട്ട് ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഡിസ്മിസ് കൂടാതെ അവരെ ഈ 4 പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. 5 പേരെയും കൂടിയിട്ട് ശിക്ഷിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം. ഒരുവിധം ഉന്നതായിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഈ CCTV ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അന്ന് അവരെടുത്ത ഒരു നിലപാടൽ നമ്മളെ ഒരു കബളിപ്പിക്കുക എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത്. പോലീസുകാർക്കെതിരായ നടപടിയിൽ പുനരന്വേഷണത്തിന് തീരുമാനിച്ചിട്ടുണ്ട്. തുടർ നടപടിയുടെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടും. ഇത് പരിശോധിച്ച ശേഷമാകും കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്ന കാര്യത്തിൽ ഉത്തരമേഖല IG രാജ്പാൽ മീണ തീരുമാനമെടുക്കുക. ഉദ്യോഗസ്ഥരെ തരം താഴ്ത്തുകയോ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയോ ചെയ്തേക്കുമെന്നാണ് വിവരം. മീഡിയ 1 തിരുവനന്തപുരം.